ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ച് ഇന്നോവേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ച് ഇന്നോവേഷനിൽ ആരും തന്നെ ചേരുന്നില്ല. ഇത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്. പിന്നെ ഇത് ഒരുപാട് സംശയങ്ങളാണ്. നമ്മുടെ ജിനിൽ ജോസഫൊക്കെ പിന്മാറിയതോടുകൂടി ജിനിൽ ജോസഫ് പോലും തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു പിന്നെ മണി ചെയിനിൽ വേറെ ആരെങ്കിലും ചേരാൻ നിൽക്കുമോ? ബുദ്ധിയിൽ ആരും ചേരില്ല. അപ്പോൾ തട്ടിപ്പ് നടത്തി ശീലമുള്ള ആൾക്കാർ തന്നെ പറയുന്നു അത് തട്ടിപ്പാണ് എന്ന്. അപ്പോൾ അത്തരം സംശയങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ആർമി ഉണ്ട്. ഹൈറിച്ച് ആർമി ഒരു വലിയൊരു കുറിപ്പ്, വാട്സപ്പ് കുറിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2-3 ദിവസമായി അതിങ്ങനെ കറങ്ങി നടക്കുന്നു. 10,000+ GST കൊടുത്തുകൊണ്ട് ഞാൻ എന്തിന് ഈ പ്രൊഡക്റ്റ് വാങ്ങണം? അതാണ് വലിയ ചോദ്യം. എന്തിനാണ് ഞാൻ ഇവരുടെ ഇയർപോഡ്, പിന്നെ എന്തോ മാറ്റ്, പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാധനം, അങ്ങനെ 4-5 സാധനമാണ്. ഇവർക്ക് വല്ല തേങ്ങയും കൊടുത്തൂടെ? തേങ്ങ എന്ന് വെച്ചാൽ തേങ്ങ ഉപയോഗിക്കാത്ത ആരുമില്ല. ഇനി ഒരു 10,000+ GST കൊടുത്തിട്ട് ഒരു തേങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. അത് ഒന്നുമില്ലെങ്കിൽ വെള്ളമില്ല തേങ്ങയാണെങ്കിൽ നമുക്കത് പൊട്ടിച്ചിട്ട് കറി വെക്കാം. വെള്ളമില്ലാത്ത തേങ്ങയാണെങ്കിൽ കൊപ്പരി ആട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് പ്രൊഡക്റ്റുകൾക്ക് ക്ഷാമം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള തേങ്ങയ്ക്ക് കൊടുത്തിട്ട് ഒരു GST 10% GST, 10,000-ന് ഒരു തേങ്ങയും GSTയും 1,800 രൂപ അല്ലെ, 18% ചിലപ്പോൾ ഇതിൻ്റെ GST. അപ്പോൾ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാണ് ഇവർക്ക് പ്രൊഡക്റ്റുകൾ ആൾക്കാർ വാങ്ങുക. എന്തിന് ഞാനിത് വാങ്ങുന്നു എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഒരു തേങ്ങക്ക് പിന്നെ ഗുണങ്ങൾ എന്തൊക്കെ ഗുണമുണ്ട് അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തേങ്ങ ഉപയോഗിക്കാതെ തെങ്ങായിട്ട് അത് മാറ്റി വെക്കാൻ പറ്റും. അത് കുഴിച്ചിട്ടിട്ട് തെങ്ങാക്കി മാറ്റാൻ പറ്റും. തെങ്ങാക്കി കഴിച്ചു കഴിഞ്ഞാൽ കൽപ്പക വൃക്ഷത്തിന് പിന്നെ അതിൻ്റെ എല്ലാം ഉപയോഗിക്കാം. ഓല ഉപയോഗിക്കാം, തടി ഉപയോഗിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ആരും തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ലെങ്കിൽ ഒരു ചേഞ്ച് ഒന്ന് മാറ്റി പിടിക്കുക. നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു തേങ്ങയും അതിൻ്റെ GSTയുടെ കാര്യം പിന്നെ പറയാം. നമ്മുടെ ഇവരുടെ മെസ്സേജ് നമുക്ക് വായിക്കണമല്ലോ. HR ഇന്നോവേഷൻ വലിയ ബിസിനസ് അവസരമാണ്. ഇങ്ങനെ ഒരു 10,000 ആൾക്കാരുണ്ട്. എന്നെ പറ്റിക്കൂ, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എന്നെ ഒന്ന് പറ്റിച്ചു തരൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇവർ ചക്കക്ക് ഈച്ച പറ്റിയ പോലെ, അല്ലെങ്കിൽ തീട്ടത്തിൽ ഈച്ച പറ്റിയ പോലെ ഒരു കൂട്ടം ഈച്ചകളെ ഇവർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് HR ഇന്നോവേഷൻ. അതായത് ഏറ്റവും ആദ്യം ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ എത്തിക്കുക, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ HR ഇന്നോവേഷൻ ആയിരിക്കുമെന്നാണ്. പ്രൊഡക്റ്റുകളെ കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ചായപ്പൊടിയും മല്ലിപ്പൊടിയും തൂക്കി വിറ്റിട്ട് നടക്കുന്ന ആൾക്കാരല്ല. നമ്മുടെ മണിയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. 10,000 ഐഡിയ അടിക്കുക, കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പം പറയുന്നു പൈസ മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇത് ED വരും, CBI വരും, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. കൂടാതെ മറ്റു പല ബിസിനസ് അവസരങ്ങളും എന്താണാവോ മറ്റു പല ബിസിനസ് അവസരങ്ങൾ മണി ചെയിനില്ലാതെ ആ ബിസിനസ് അവസരങ്ങളിൽ എല്ലാം പങ്കാളിയാകുവാനുള്ള അവസരമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേ, ആരും വാങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ ഇവർ പുതുതായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ് വരും, പുതിയ അവസരങ്ങൾ വരും, അങ്ങനെ പലതും. 10,000+ GST മാത്രമാണ് നിങ്ങൾ മുടക്കേണ്ടത്. ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ കുറേ ചടങ്ങുകളുണ്ടല്ലോ. കുറേ ചടങ്ങുകളുണ്ട്. എന്താണ് ചടങ്ങുകൾ? ചിലപ്പോൾ വിളക്ക് കത്തിക്കേണ്ടി വരും അല്ലേ, നാമം ജപിക്കേണ്ടി വരും. എനിക്കാണോ ചടങ്ങുകൾ? ലെവല് നോക്കണേ. ഫ്രാഞ്ചൈസി എടുക്കണം, ഓഫീസ് വേണം, സ്റ്റാഫ് വേണം, ഗോഡൗൺ വേണം, GST അടക്കണം. ഇതിനെല്ലാം ഒരുപാട് പണവും നിങ്ങളുടെ പ്രയത്നവും സമയവും ആവശ്യമാണ്. ഓഫീസ് വേണം, സ്റ്റാഫ് വേണം അല്ലേ, എന്തൊക്കെയാണ്. മണി ചെയിനാകുമ്പോൾ ഒന്നും വേണ്ട. നിങ്ങൾ എനിക്ക് പൈസ തരുന്നു, ഞാൻ എൻ്റെ മുകളിലവർക്ക് കൊടുക്കുന്നു, നമ്മളൊക്കെ വീതിച്ചെടുക്കുന്നു.
ഓഫീസിൻ്റെ ആവശ്യമില്ല, GSTയുടെ ആവശ്യമില്ല, പ്രൊഡക്റ്റ് എന്ന് കണ്ണുപൊടി വിടാൻ വേണ്ടി പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇവർ കണ്ട ഇന്നോവേറ്റീവായിട്ട്. മോനെ, ഇതൊക്കെ 900കളിൽ ആൾക്കാർ കണ്ടുപിടിച്ച് പൊളിഞ്ഞു പോയ സംഭവങ്ങളാണ്. ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അത് ഇനിയിപ്പം ജാർഖണ്ഡ് പോയി തുടങ്ങിയാലും നിരോധിക്കും. എന്നാൽ ഇവിടെ 10,000 രൂപയുടെ GST, 10,000 രൂപയും GSTയും കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും ഒരു ഐഡിയും ലഭിക്കും. നമ്മുടെ മറ്റേ ഐഡി തന്നെയാണ് ഈ ഐഡി. നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റോ കമ്പനിയിലുള്ള മറ്റു പ്രൊഡക്റ്റുകളോ നിങ്ങൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി വിറ്റാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. 10,000 രൂപ ഒരുത്തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 500 രൂപയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ 10,000 കമ്പനിയിലേക്ക് പറ്റിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 500 രൂപയാണ്. 500 രൂപ. കൂടാതെ ഈ വ്യക്തിയിൽ നിർമ്മിക്കുന്ന ഐഡി നിങ്ങളുടെ ഐഡിയുടെ ഇടത്തോ വലത്തോ പ്ലേസ്മെന്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബിസിനസ് പങ്കാളികളാകാം. അതെ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും പൈസ പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ ഇതുപോലെ ഇടത്തും വലത്തും ആൾക്കാരെ പറ്റിക്കൂ, അതിൻ്റെ കമ്മീഷൻ 500 രൂപ അടിക്കൂ. 20 ആളെ പറ്റിച്ചാൽ നിങ്ങൾക്ക് മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് സിമ്പിളാണ്. 20 ആളെ ഇതുപോലെ പറ്റിച്ചാൽ മാത്രം മതി. 10 ആളെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപ കിട്ടും. 20 ആളെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെയൊക്കെ ഫുൾ ലാഭമാണ്. രണ്ടാമതൊരാളെ നിങ്ങൾ പരിചയപ്പെടുത്തി സെയിൽസ് നടത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും 500 കിട്ടും. അതെ, ആരെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്താലും അവരെ നിങ്ങൾക്ക് 500 കിട്ടും. വെറും 9,500 രൂപ മാത്രമേ നിങ്ങൾ കമ്പനിക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്കാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നൊക്കെ അടി കിട്ടൂലല്ലേ ഇമാതിരി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ? എങ്ങനെ സാധിക്കുന്നു? ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 കൊല്ലമായിട്ട് ഇത്തരം തട്ടിപ്പുകൾ മാത്രം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ ഇത് കണ്ണു ചോരയില്ലാതെ പ്രസന്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഇത്രയുള്ളത്. നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കണം, എന്നിട്ട് നിങ്ങൾ ഇടത്തും വലത്തും ആൾക്കാരെ ഇതേപോലെ 10,000 കൊടുത്ത് ചേർക്കണം, എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. ഇതൊക്കെ പറയാം. ഉളുപ്പിൽ ഏതെങ്കിലും ഒരുത്തം നിൽക്കുമോ? ഇതൊക്കെ ഓരോ വ്യക്തിയും പരിചയപ്പെടുത്തി സെയിൽ നടക്കുമ്പോൾ ഇടത്തും വലത്തും 500 രൂപ കിട്ടും. കൂടാതെ നിങ്ങളുടെ ഐഡിയുടെ ഇടത്തും വലത്തും ഓരോ വ്യക്തികളെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും മാക്സിമം അങ്ങനെയാണെങ്കിൽ 30,000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 60 ആൾക്കാരെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുക 30,000 രൂപയാണ്. ചെറിയ പൈസയല്ല. 60 ആളെയൊക്കെ പറ്റിക്കാൻ വലിയ പണിയുണ്ടോ? ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചിട്ട് ഇതേപോലെയുള്ള സംഭവങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ നിൽക്കൂലേ? അപ്പോൾ 30,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങളുടെ ചെലവ് വെറും 10,000 രൂപ പ്ലസ് GST ആണ്. നിങ്ങൾ ഓർക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 30,000 രൂപ കിട്ടും. ഫ്രാഞ്ചൈസി വേണ്ട, ഓഫീസ് വേണ്ട, സ്റ്റാഫ് വേണ്ട, പ്രൊഡക്റ്റ് വേണ്ട, വേറെ ഒന്നും വേണ്ട, GST വേണ്ടെന്ന് അറിയുന്നുണ്ട്. GST വേണ്ട. ഇപ്പൊ ആദ്യമൊക്കെ ഇവർ പറയുന്നത് GST വേണ്ടെന്നാണ്. ഇപ്പൊ പറയുന്നത് സ്റ്റാഫ് വേണ്ട, GST വേണ്ട. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ തയ്യാറാവുന്നു. അതെ, നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരാളും ഇതേപോലെ 10,000 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് 20 പേരെ പറ്റിക്കാൻ നടക്കുന്നു. അവർ വീണ്ടും മറ്റ് 20 പേരെ പറ്റിക്കാൻ നടക്കുന്നു. അങ്ങനെ ഇത് ബിസിനസ് ഇന്ത്യയൊട്ടാകെ ലോകത്തൊട്ടാകെ വ്യാപിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 30,000 രൂപ കിട്ടും. അത് മാത്രമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആരുടെ പൈസ പോകുന്നതിനെ കുറിച്ചോ നമ്മൾക്ക് എന്ത് കിട്ടുന്നതിനെ കുറിച്ചോ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം 30,000 രൂപ ടാർഗറ്റ് വെക്കുക. ആരെയും എങ്ങനെയും നിങ്ങൾ പറ്റിക്കുക. HR ആർമി എന്ന ഞങ്ങളുടെ കമ്പനിയിലൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം 40ഓളം വരുന്ന ലീഡേഴ്സിന്റെ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെ, നിങ്ങളെ HR ആർമി എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മുടെ അയ്യൂബ് ഖാന്റെയും ഭാര്യയുടെയും ഒക്കെ കമ്പനിയിലൂടെയാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ചെറിയ മുതൽ മുടക്കിൽ ഇത്രയും വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു വലിയ ബിസിനസ് ഇന്ത്യ മുഴുവൻ ചെയ്യാനുള്ള അവസരമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെക്രട്ടറി HR ആർമി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുറിപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ HR ആർമി തുടങ്ങുന്നതിന് മുമ്പിലേ പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ ആൾക്കാർ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു.
അവിടെ ഭാര്യയും മറ്റുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനെ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. എന്തായാലും ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ലാത്ത, GST പോലും ഇല്ലാത്ത, കേരളത്തിലൊരു ഓഫീസ് പോലും ഇല്ലാത്ത, തട്ടിപ്പ് നടത്തി പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ HR ഇന്നോവേഷൻ സ്കാം എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ തട്ടിപ്പിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.